അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കേരളത്തില് ലൈംലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ അവർക്ക്. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? സോ ഹാപ്പി. പുതിയ പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? രേണുസുതി ഞാൻ ഇന്ന് നോക്കി എനിക്ക് ചിരിയും കൂടെ വന്ന്. ഏതോ ഒരു സ്ത്രീ, അവരാരാ എന്താണെന്ന് പോലും എനിക്കറിയാം. രേണുസുതിനെ കണ്ടിട്ടത് തകർക്കുക. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. വ്യൂസ് നോക്കിയപ്പോ 3.6K ഒക്കെ ആയി ഒരു ഇത്ര മിനിറ്റ് കൊണ്ട്. ആക്ച്വലി അവരൊക്കെ വലിയ വ്ളോഗർ ആകട്ടെ എന്റെ പേര് വെച്ചിട്ട്. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും ഇപ്പോൾ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി അതാണോ സിനിമ അഭിനയം? എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അഭിനയിക്കാൻ പഠിക്ക്. മുക്കിലും മൂലയിലും അല്ല രേണുസുതിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പൊങ്ങി പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.